ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു പച്ചടി കേട്ടോ. ഇത് വെറും പച്ചടി അല്ല. ഇന്ന് നമ്മൾ പച്ചടി എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടാണോ പച്ചടി ഉണ്ടാക്കുന്നത്? അല്ലേ അല്ല. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടല്ല, മാങ്ങൻ്റെ അണ്ടി വെച്ചിട്ടാണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് മാങ്ങ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ അണ്ടി ബാക്കി കിട്ടൂലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കളയാറാണ് പതിവ്. ഇനി അത് കളയണ്ട, അത് വെച്ചിട്ട് നല്ലൊരു പച്ചടി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ മാങ്ങൻ്റെ അണ്ടിയൊക്കെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരി കൂടുതൽ വേണമെന്ന് വിചാരിച്ചാൽ മുളകും പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മളെ പച്ചടിക്ക് ഒരു രസവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ചേർത്തത് ഞാൻ ഉപ്പ് തന്നെയാണ്, ഇപ്പോൾ ചേർത്തത് ഉപ്പ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കുറവ് തോന്നിയപ്പോൾ 2 വട്ടം ഇട്ട് കൊടുത്തതാണ്. ഈ പാകത്തിന് ഇതുപോലെ അത് വേവല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ കത്തിച്ചതിന് ശേഷം അടുപ്പത്തൊന്ന് വെക്കുക. ഇവിടെ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ അതിന് നല്ലൊന്ന് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 മുറി തേങ്ങ, കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിനയിൽ പച്ചമുളകും ചേർത്തുക്കണം. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 ചെറുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുള്ളി ചേർത്താൽ രസം തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ നല്ല മയത്തിലൊന്ന് അരച്ചെടുത്തുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ മാങ്ങൻ്റെ അണ്ടിയൊക്കെ നല്ലോണം വെന്തിക്കണം. അതിൻ്റെ ദശയൊക്കെ പോകുന്ന രീതിയിൽ നല്ലോണം വെന്ത് വെള്ളമൊക്കെ നല്ല പാകമായി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങൻ്റെ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തോന ഗ്രേവി വേണമെങ്കിൽ കുറച്ചൊക്കെ വെള്ളം കൂട്ടിയിട്ട് തേങ്ങ അരച്ചാൽ മതി. അപ്പോൾ നമ്മൾ പാകത്തൊരു ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ചോദിച്ചിട്ട് അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. കൂടുതൽ നേരം വെച്ച് തിളപ്പിക്കൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുമിളകൾ വെന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കടുകും കറിവേപ്പിനൊക്കെ ഒന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ കടുക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു കറിവേപ്പിന ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പിന ചേർക്കുന്ന സമയത്ത് 2 വറ്റൽമുളക് കൂടി ചേർത്താൽ കാണാനൊരു ഭംഗിക്കാരം. അതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇത് 2 പൊട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചടിക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ആ തേങ്ങയും മാങ്ങയും ആ ചൂടിൽ വെളിച്ചെണ്ണയൊക്കെ ചെന്നപ്പോണ്ടല്ലേ എന്താ സ്മെല്ലെന്ന് അറിയോ. ഇപ്പം നമ്മൾ അടിപൊളി മാങ്ങയണ്ടിൻ്റെ പച്ചടി റെഡിയാക്കണം. നല്ല ടേസ്റ്റാണ് കൂട്ടി ചോറുണ്ണാൻ കേട്ടോ. അപ്പം നമുക്ക് ചൂടിൽ കുറച്ച് ചോറ് എടുത്തിട്ട് അതിലേക്ക് മാങ്ങൻ്റെ പച്ചടി ചേർത്താലോ. അതിന് മുന്നായിട്ട് സൈഡിലേക്ക് കുറച്ച് ചെമ്മീൻ ചമ്മന്തി ചേർത്ത് കൊടുക്കുക. ഈ ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പി നമ്മളെ ചാനലിൽ ഷോർട്ടാക്കി ഇട്ടിരിക്കണേ. അപ്പോൾ ഒന്ന് പോയി കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നമ്മൾ സ്പെഷ്യൽ പച്ചടി ചേർത്ത് കൊടുക്കുക, കുറച്ച് ഗ്രേവി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് നേരത്തിന് ആ മാങ്ങൻ്റെ അണ്ടി ഒന്ന് മാറ്റി വെച്ച് ആ ഗ്രേവി കുറച്ച് ചെമ്മീൻ ചമ്മന്തി എടുത്ത് നല്ലോണം ഒന്ന് കൂട്ടി കഴിച്ച് നോക്കി. അടിപൊളി ഉണ്ടോ കഴിക്കാൻ. അപ്പോൾ അതേപോലെ തന്നെ മാങ്ങൻ്റെ അണ്ടി കുറേ നേരം മാറ്റി വെക്കൊന്നും വേണ്ട. ഒരു ഉരുള ചോറിട്ട് വാലയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇറക്കിയതിന് ശേഷം ആ മാങ്ങൻ്റെ അണ്ടി എടുത്ത് ഒന്ന് ചപ്പി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.